രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല ഇഡലിക്കൊക്കെ അരച്ച് വെച്ചേക്കും. പെട്ടെന്ന് ഇഡലി ഉണ്ടാക്കി. ഇഡലിക്ക് ഞാനൊരു കറി വെച്ചു. നമ്മുടെ ഉള്ളി സാമ്പാറാണ് വെച്ചത്. അപ്പോൾ നമ്മൾ സാമ്പാർ പരിപ്പെടുക്കുക, അത് കടി റെഡിയാക്കി കുക്കറിലെടുക്കുക. കുറച്ച് ഉള്ളി എടുക്കുക, ഒരു 5-8 ഉള്ളി മതി. അത് കഴിഞ്ഞ് കട്ടക്കായ ഒരു പീസ് ഇടുക. പച്ചമുളക് 2-3 എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്തിടുക. അത് കഴിഞ്ഞ് നമ്മുടെ ഉപ്പ് വേണം കേട്ടോ. ഞാനിവിടെ കല്ലുപ്പ് എടുത്തേക്കുവാണ്. കല്ലുപ്പിൻ്റെ വെള്ളം ഒഴിച്ചത്. പിന്നെ മഞ്ഞൾ പൊടി കുറച്ചിടുക. ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് കുക്കറിനകത്ത് വേവിക്കുക. പരിപ്പ് വേകുമ്പോൾ നല്ല ഉടഞ്ഞിരിക്കണം, അതുപോലെ വെന്ത് കിട്ടണം. അത്രയും പീസിൽ നമ്മൾ അടുപ്പിക്കുകയും വേണം കേട്ടോ. അതിനുശേഷം ഈ സാമ്പാറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളി എത്രത്തോളം ചേർക്കാമോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ ആദ്യം എടുത്ത ഉള്ളി കൂടാതെ വേറെ ഒരു 20 ഉള്ളിയൊക്കെ നമ്മൾ എടുത്തിട്ട് അത് പൊളിച്ച് റെഡിയാക്കി നമ്മൾ ചീനച്ചട്ടി അടുപ്പ് വെച്ച് ഇച്ചിരി നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളി ഇട്ട് മൂപ്പിക്കുക. ഉള്ളി അതിനകത്ത് വേണം നമുക്കൊരു പച്ചമുളക് ഇടാവുന്നതാണ്. അങ്ങനെ നമ്മളത് ഇളക്കി കൊടുത്ത് പിന്നെ ഒരു തക്കാളി നമ്മൾ ക്യൂബ്സ് രൂപത്തിൽ അരിഞ്ഞിടുക. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുക. പിന്നെ നമ്മുടെ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെന്ത് വെച്ച പരിപ്പില്ലേ, അതിനകത്തോട്ട് നമ്മുടെ ഒരു നല്ല തിളച്ച ആവി വറക്കുന്ന വെള്ളം, അതിനകത്ത് വെള്ളമില്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് തിളച്ച വെള്ളം അതിനകത്ത് ഒഴിച്ചിരിക്കണം. എന്നിട്ട് അത് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം എല്ലാം കൂടെ നമ്മൾ ഈ ചീനച്ചട്ടിക്കകത്ത് ഒഴിക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊക്കെ ഒഴിച്ച് കഴിയുമ്പം. എന്നിട്ട് നമ്മളത് നല്ലോണം തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേനും ആവശ്യത്തിന് ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് പോരെങ്കിൽ ഉപ്പിടാം. പിന്നെ നമുക്ക് നമ്മുടെ വാളംപുളി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ നമുക്ക് ചെയ്യാവുന്ന പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടി നമുക്ക് ഏതെങ്കിലും എടുത്തിട്ട് നല്ല സാമ്പാർ പൊടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് ചാറില്ലേ അതെടുത്ത് നമ്മൾ സാമ്പാർ പൊടി നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഇതിനകത്ത് ചേർക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞു. പിന്നെ നമുക്കിനി ഒലത്തുന്ന പണി മാത്രമേ ഉള്ളൂ. നമ്മുടെ ചെറിയൊരു പാൻ അടുപ്പ് വെക്കുക. അതിനുശേഷം അതിനകത്ത് ശകലം കടുകും നമ്മുടെ ഉലുവയും ജീരകവും ഇട്ട് കടുക് പൊട്ടിക്കുക, ഉലുവ ഇടുക, ജീരകം ഇടുക. 2 പത്തരമുളക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിടുക. ആവശ്യത്തിന് കറിവേപ്പില ഇടുക. ഇത് നമ്മളത് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കുക. നമ്മുടെ സാമ്പാർ റെഡിയായി. ഇത് നമ്മൾ ഒരു വെറൈറ്റി സാമ്പാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഇതിൻ്റെ ഇഷ്ടമാണോ അല്ലയോ എന്ന് പറയണം. ഞങ്ങളുണ്ടാക്കി നല്ലതായിരുന്നു കേട്ടോ. സൂപ്പർ.